വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ഇന്ന് പ്രിയങ്ക ഗാന്ധി നയിക്കും. കോഴിക്കോട് മണ്ഡലത്തിൽ പാളയം കേന്ദ്രീകരിച്ചും വടകര മണ്ഡലത്തിൽ തലശ്ശേരി കേന്ദ്രീകരിച്ചുമാണ് കൊട്ടിക്കലാശം അരങ്ങേറുക. വടകര, പേരാമ്പ്ര, പാനൂർ തുടങ്ങിയിടങ്ങളിൽ കൊട്ടിക്കലാശം പൂർണ്ണമായും ഒഴിവാക്കി. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, മലബാറിലെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തായാലും കൊട്ടിക്കലാശം വൈകിട്ടാണ്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ കൊട്ടിക്കലാശം തുടങ്ങുക. എന്തായാലും വടകര നിയോജക മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും തലശ്ശേരി കേന്ദ്രീകരിച്ചാണ്. വടകരയിൽ കൊട്ടിക്കലാശമില്ല. KK ശൈലജ ടീച്ചറുടെ ഇന്നത്തെ പര്യടനം കൊയിലാണ്ടിയിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ ഇന്ന് തലശ്ശേരി കേന്ദ്രീകരിച്ച് തന്നെയാണ്. അദ്ദേഹം ചില മേഖലകൾ സന്ദർശിച്ച ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് തലശ്ശേരി പ്രസ് ഫോറത്തിന്റെ മുഖാമുഖം പരിപാടിയുണ്ട്. അതിൽ പങ്കെടുക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിയുടെ കൊട്ടിക്കലാശത്തിനെത്തും. CR പ്രഫുൽ കൃഷ്ണൻ NDA സ്ഥാനാർത്ഥി, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പ്രചരണ പരിപാടികളെല്ലാം പൂർത്തീകരിച്ച് വൈകുന്നേരം 4 മണിയോടുകൂടി തലശ്ശേരിയിലാണ് കേന്ദ്രീകരിക്കുക. വടകരയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി DYSP മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വടകര കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം വേണ്ട എന്നുള്ള കാര്യം സർവകക്ഷി യോഗം തീരുമാനിച്ചത്. കോഴിക്കോട് പാളയം കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം ഉണ്ടാവുക. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഓരോ കേന്ദ്രങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇടതു സ്ഥാനാർത്ഥി എളമരം കരീമും UDF സ്ഥാനാർത്ഥി MK രാഘവനും NDA സ്ഥാനാർത്ഥി MT രമേശും എല്ലാം ഇപ്പോഴും അവസാനഘട്ട പര്യടനത്തിലാണ്. വയനാട്ടിലാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി ആനി രാജയാണ്. NDA സ്ഥാനാർത്ഥി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് ഉള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ജാർഖണ്ഡിൽ വെച്ച് ഭക്ഷ്യവിഷബാധ ഏറ്റതിനാൽ അദ്ദേഹം ഇന്ന് കുട്ടിക്കലാശത്തിന് എന്തായാലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പകരം സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയാണ് കുട്ടിക്കലാശത്തിന് എത്തുക. 11:45 കമ്പളക്കാടാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ പൊതുയോഗം. അത് കഴിഞ്ഞ് അവർ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പരിപാടിയിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞ് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലും പൊതുയോഗത്തിൽ പ്രിയങ്ക ഗാന്ധി സംബന്ധിക്കും. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ദേശീയ നേതാക്കളടക്കം പ്രചരണത്തിനെത്തിയിരുന്നു. ആനി രാജയ്ക്ക് വേണ്ടിയും ഒപ്പം K സുരേന്ദ്രന് വേണ്ടിയും എല്ലാം തന്നെ ദേശീയ നേതാക്കൾ പ്രചരണത്തിനെത്തിയിരുന്നു. മലപ്പുറം, ഒപ്പം കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലെല്ലാം നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും കൊട്ടിക്കലാശം നടക്കുക.